സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ദേവി നാരായണീ നമോസ്തുതേ. ദേവീ മാഹാത്മ്യത്തിലെ 11-ാം അധ്യായം 1-ാമത്തെ ശ്ലോകം. ഋഷിരുവാച ദേവ്യാഹതേ തത്ര മഹാസുരേന്ദ്ര സേദ്രാസുരാവഹ്നി പുരോഗമാസ്താം കാർത്യായനീം തുഷ്ടു വരിഷ്ഠലാഭാത് വികാസി വക്ത്രാംശു വികാസിദാശാഹ. സുമേധസ്സു മുനി പറയുന്നു, മഹാ അസുരനായ ശുംഭനും ദേവിയാൽ വധിക്കപ്പെട്ടു. നിശുംഭൻ നേരത്തെ തന്നെ ദേവിയാൽ വധിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ശുംഭനും വധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട് കാർത്യായനീ ദേവിയെ സ്തുതിച്ചു. സന്തോഷം കൊണ്ട് നല്ല വിടർന്ന താമരപ്പൂ പോലെയുള്ള മുഖത്തോടു കൂടിയാണ് കാർത്യായനീ ദേവിയെ ദേവന്മാർ സ്തുതിച്ചത്. കാർത്യായനി എന്നാൽ ധർമ്മത്തിന് ആശ്രയമായിരിക്കുന്ന ദേവി എന്നാണ് അർത്ഥം. ശുംഭ നിശുംഭന്മാരാൽ സ്ഥാനഭ്രംശം വന്നിരുന്ന ദേവന്മാർക്ക് ഈ അസുരന്മാരെ ദേവി വധിച്ചപ്പോൾ സ്വപദപ്രാപ്തിയാകുന്ന അഭീഷ്ടസിദ്ധിയുണ്ടായി. അതുകൊണ്ട് ദേവന്മാരെല്ലാം സന്തുഷ്ടരായി. തന്മൂലം അവരുടെ മുഖാരവിന്ദങ്ങളുടെ തേജസ്സിൽ നിന്നുണ്ടായ രശ്മികൾ കൊണ്ട് ദിക്കുകളെല്ലാം പ്രകാശിച്ചു. എന്നിങ്ങനെ സുമേധസ്സു മുനി സുരഥ മഹാരാജാവിനോട് ശുംഭനെ കൊന്നതിന് ശേഷമുള്ള കഥ പറയുന്നു. ദേവാ ഊചു ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദേ പ്രസീദ മാതാർജഗതോഖിലസ്യ പ്രസീദ വിശ്വാരണി പാഹി വിശ്വം ത്വമീശ്വരീ ദേവി ചരാചരസ്യ. ദേവന്മാർ ദേവിയെ സ്തുതിച്ചത് ഇങ്ങനെയാണ്. ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദേ, അല്ലയോ അമ്മേ, അവിടുത്തെ സന്നിധിയിൽ ദുഃഖിതരായി ശരണം പ്രാപിക്കുന്നവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ശക്തിയുണ്ടല്ലോ. അങ്ങനെയുള്ള ഹേ ദേവി പ്രസാദിക്കണമേ. പ്രസീദ മാതാർജഗതോഖിലസ്യ, എല്ലാ ജഗത്തിൻ്റെയും മാതാവായിട്ടിരിക്കുന്ന ഹേ ദേവി പ്രസാദിക്കണമേ. പ്രസീദ വിശ്വാരണി പാഹി വിശ്വം, പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം, അങ്ങനെയും പറയാം. പ്രപഞ്ചത്തിനു തന്നെ കാരണഭൂതയായിരിക്കുന്ന അല്ലയോ ദേവി, ആ വിശ്വത്തിന് തന്നെ കാരണയായിരിക്കുന്ന ദേവി പ്രസാദിച്ചാലും. ത്വമീശ്വരീ ദേവി ചരാചരസ്യ, ചരങ്ങളും അചരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ലോകത്തിന് ഹേ ദേവി അവിടുന്നല്ലേ ഈശ്വരിയായിരിക്കുന്നത്, രാജ്ഞിയായിരിക്കുന്നത്. അവിടുന്ന് ഈ പ്രപഞ്ചത്തെ, വിശ്വത്തെ രക്ഷിക്കണമേ. 3-ാമത്തെ ശ്ലോകം. ആധാരഭൂത ജഗതസ്ത്വമേക മഹീസ്വരൂപേണ യതസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതത് ആപ്യായതേ കൃത്സ്നമലംഘ്യവീര്യം. ആധാരഭൂത ജഗതസ്ത്വമേക, ത്വമേക, ഈ ജഗത്തിന് നീ ഒരാൾ മാത്രമാണ് ഏക ആശ്രയം. ആധാരഭൂതയായിരിക്കുന്നത് ദേവിയാണ്. മഹീസ്വരൂപേണ യതസ്ഥിതാസി, മഹീസ്വരൂപത്തിലിരിക്കുന്ന, ഭൂമി ദേവീ രൂപത്തിലിരിക്കുന്ന, ഈ ലോകത്തിൻ്റെ തന്നെ രൂപത്തിൽ നിലനിൽക്കുന്ന ദേവി, അവിടുന്ന് ഒരാൾ മാത്രമാണ് ഈ ജഗത്തിന് ആശ്രയമായിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം നീയാണ്. അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതത്, ജലസ്വരൂപമായി തീർന്നിരിക്കുന്ന ആ ദേവിയാണ് ഈ ജഗത്തിനെ വർദ്ധിപ്പിക്കുന്നത്. ദേവി ഈ ലോകത്തെ ജലരൂപത്തിൽ വർദ്ധിപ്പിക്കുന്നു. ആപ്യായതേ കൃത്സ്നമലംഘ്യവീര്യേ, അങ്ങനെയുള്ള ദേവി ആർക്കും ലംഘിക്കാൻ പറ്റാത്ത ബലപ്രഭാവത്തോടുകൂടിയ ദേവി ഞങ്ങളെ പരിപാലിച്ചാലും രക്ഷിച്ചാലും. 4-ാമത്തെ ശ്ലോകം. ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ
വിശ്വസ്യ ബീജം പരമാസ്യമായ ത്വന്മോഹിതം ദേവി സമസ്തമേതത് ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിദൈവ ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ ത്വം നീ അല്ലയോ ദേവി വൈഷ്ണവീ ശക്തി ആ നാരായണൻ്റെ ശക്തിയായിരിക്കുന്ന മായാദേവി രൂപത്തിലിരിക്കുന്ന അനന്തവീര്യത്തോടു കൂടിയ ഒരിക്കലും അവസാനിക്കാത്തതായ ബലപ്രഭാവത്തോടു കൂടിയ വൈഷ്ണവീ ശക്തിയായിരിക്കുന്ന അവിടുന്ന് വിശ്വസ്യ ബീജം പരമാസ്യമായ വിശ്വസ്യ ബീജം വിശ്വത്തെ ജനിപ്പിക്കുന്ന മായയാകുന്നു. വിശ്വത്തിന് കാരണഭൂതയായ ബ്രഹ്മാദികളെപ്പോലും മോഹിപ്പിക്കുന്ന മഹാമായയായി സ്ഥിതി ചെയ്യുന്നു. ത്വന്മോഹിതം ദേവി സമസ്തമേതത് ഈ കാണുന്ന സകലതും ദേവിയാൽ മോഹിതമായി തീർന്നിരിക്കുന്നു. സമസ്ത ജഗത്തിനെയും മോഹത്തിലാഴ്ത്തിയിരിക്കുന്നു ആ മഹാമായ കൊണ്ട് ദേവി. ത്വം വൈ പ്രസന്നാ ഭുവി മുക്തിദൈവ എന്നാൽ ഭക്തന്മാരിൽ അവിടുന്ന് പ്രസന്നയായാൽ മോക്ഷത്തെ പോലും കൊടുത്ത് അനുഗ്രഹിക്കുന്നുവല്ലോ. ദേവി പ്രസാദിച്ചാൽ ലോകം മുഴുവനും മോക്ഷം പ്രാപിക്കുന്നു. 5-ാമത്തെ ശ്ലോകം. വിദ്യാസമസ്താസ്തവ ദേവി ഭേദാഃ സ്ത്രിയാ സമസ്താ സകലാ ജഗത്സു ത്വയ്യൈകയാ പൂരിതമംബയൈതത് കാത്തേ സ്തുതിസ്തവ്യ പരാപരോക്തി. വിദ്യാസമസ്താസ്തവ ദേവി ഭേദാഃ ഈ ലോകത്തിലെ സകല വിദ്യകളും നീ തന്നെയല്ലേ ദേവി. യോഗവിദ്യ, സാഖ്യവിദ്യ എന്നിങ്ങനെ ലോകത്തിൽ പ്രചാരമുള്ള എല്ലാ വിദ്യകളും ഹേ ദേവി അവിടുത്തെ ഓരോ ഭേദങ്ങളല്ലേ. ദേവി ശബ്ദരൂപിണിയായതുകൊണ്ട് ദേവിയുടെ ഭേദങ്ങളത്രേ സകല വിദ്യകളും. സ്ത്രീയാ സമസ്ത സകലാ ജഗത്സു ലോകത്തിൽ കാണപ്പെടുന്ന കലാസ്വരൂപിണികളായി സംസാരബന്ധത്തെ പുലർത്തുന്ന സ്ത്രീ സമൂഹവും ദേവിയുടെ ഓരോ ഭേദങ്ങളത്രേ. സമസ്ത സ്ത്രീ സമൂഹവും ദേവിയിൽ അടങ്ങുന്നു. ത്വയ്യൈകയാ പൂരിതമംബയൈതത് ദേവിയാൽ നിറയപ്പെട്ടതാണ് ഈ സമസ്ത ജഗത്തും. ഒരിടവും പാഴാക്കാതെയാണ് ദേവി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ആ ദേവിയുടെ വീര്യം ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. കാത്തേ സ്തുതിസ്തവ്യ പരാപരോക്തി അങ്ങനെ വിശിഷ്ടയായ ദേവിയെ ഏതൊരു സ്തുതിഗീതം കൊണ്ടാണ് സ്തുതിക്കേണ്ടത്? എങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? സ്തുതിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ലല്ലോ. ലോകം നിറഞ്ഞു നിൽക്കുന്ന വീര്യത്തോടു കൂടിയ ശക്തിസ്വരൂപിണിയെ വാഴ്ത്തിടുവാൻ ഇവിടെ ആർക്കാണ് ശക്തിയുള്ളത്? 6-ാമത്തെ ശ്ലോകം. സർവഭൂതേ സദാ ദേവി സ്വർഗമുക്തിപ്രദായിനി ത്വത്സ്തുതൗ സ്തുതയ കാവ ഭവന്തി പരമോക്തയഃ. സർവഭൂതേ സദാദേവി സർവഭൂതങ്ങളുടെയും സത്തായി വിളങ്ങുന്ന ദേവി. സർവഭൂതങ്ങളിലും അകത്തും പുറത്തും എവിടെയും വ്യാപിച്ചിരിക്കുന്ന ഹേ ദേവി, പ്രപഞ്ചസ്വരൂപയായിരിക്കുന്ന ദേവി, സ്വർഗമുക്തിപ്രദായിനി സ്വർഗവും മോക്ഷവും ഒരുപോലെ പ്രദാനം ചെയ്യുവാൻ കഴിവുള്ളവളാണ് ദേവി. അങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയ ഹേ ദേവി, ത്വത്സ്തുതൗ സ്തുതയ കാവ അവിടുത്തെ സ്തുതിക്കാൻ ആർക്കാണ് കഴിവുള്ളത്? ത്വത്സ്തുതൗ സ്തുതയ കാവ ഭവന്തി പരമോക്തയഃ അവിടുത്തെ സ്തുതിക്കുവാൻ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെയുള്ളവരുടെ സ്തുതികൾ അതിവിശിഷ്ടങ്ങളായ സ്തുതികളാകുന്നു. അങ്ങനെയുള്ളവരുടെ വാക്കുകൾ അതീവ മഹത്തരമാകുന്നു. ദേവിയെ എത്ര സ്തുതിച്ചാലും ആ സ്തുതികളൊന്നും അധികമാകുന്നില്ല. ദേവീ സ്തുതിയേക്കാൾ കൂടുതലായി ചേർത്ത് വയ്ക്കാൻ ഇവിടെ എന്തിനാണ് കഴിവുള്ളത്? ഓം ശ്രീ ത്രിപുരസുന്ദരേ നമഃ.